എന്റെ കേന്ദ്ര സഹായം വൈകുന്നുവെന്നാണ് ചോദ്യം. അതിഥികളായ നമുക്കൊപ്പം കോൺഗ്രസ് പ്രതിനിധി ജ്യോതികുമാർ ചാമക്കാല, CPM പ്രതിനിധി അഡ്വക്കേറ്റ് KS അരുൺകുമാർ, BJP പ്രതിനിധി TP ജയചന്ദ്രൻ, ഇടതു നിരീക്ഷകൻ ഡോക്ടർ പ്രേംകുമാർ എന്നിവർ. അതിഥികളിലേക്ക് പോകും മുമ്പ് ഇന്നലെ ചൂരൽമല മുണ്ടക്കൈ ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരള സംസ്ഥാന സർക്കാർ ദുരന്ത നിവാരണ വിഭാഗവും സ്റ്റേറ്റ് റിലീഫ് കമ്മീഷണറും കേന്ദ്ര സർക്കാരിൽ സമർപ്പിച്ച പ്രപ്പോസലിനെ കോടതിയിൽ സമർപ്പിച്ച ആക്ച്വൽ ചെലവ് എന്ന രീതിയിൽ എക്സ്പെൻഡിച്ചർ റിവ്യൂ എന്ന തരത്തിൽ വാർത്ത പരക്കാനിടയായ സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുടെ വിശദീകരണം വരും വരെയെങ്കിലും ആ വാർത്തയെ അതേപടി നിലനിർത്തേണ്ടി വന്നു റിപ്പോർട്ടറിനും. എന്നാൽ അതിനുശേഷം ആ വാർത്തയും അതുമായി ബന്ധപ്പെട്ട കൃത്യമായ വിശദീകരണവും റിപ്പോർട്ടറിൻ്റെ മീറ്റ് ദ എഡിറ്റേഴ്സിലും റിപ്പോർട്ടറിൻ്റെ എഡിറ്റർമാർ വ്യക്തമാക്കുകയുണ്ടായി. എന്നാൽ ആ പ്രചരണത്തിൻ്റെ മറവിൽ കേന്ദ്ര സഹായം വൈകിപ്പിക്കുന്നു എന്നൊരു ആരോപണം ഇപ്പോൾ ഉയരുന്നു. അതിലൊരു ഗൂഢനീക്കമുണ്ടോ എന്ന് സംസ്ഥാന സർക്കാരും മന്ത്രിസഭയും ഇന്ന് സംശയിക്കുക ചെയ്യുന്നു. സംസ്ഥാനത്തിൻ്റെ താൽപ്പര്യങ്ങൾക്കെതിരാണ് അത്തരമൊരു വാർത്തയും പ്രചരണവുമെന്നും സംസ്ഥാന സർക്കാർ കരുതുകയും ചെയ്യുന്നു. നമുക്കൊപ്പം അതിഥികളുണ്ട്. ആദ്യം ഞാൻ BJP പ്രതിനിധിയിലേക്ക് പോകുന്നു, TP ജയചന്ദ്രനിലേക്ക്. TP ജയചന്ദ്രൻ, ആവർത്തിച്ച് കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രി പറയുന്നത് കേന്ദ്രത്തിൻ്റെ ധനസഹായം എന്തുകൊണ്ട് വൈകുന്നു എന്ന ചോദ്യത്തിന് മുഖ്യമന്ത്രിയോട് ചോദിക്കാനാണ്. മുഖ്യമന്ത്രിയും സംസ്ഥാന സർക്കാരും കേന്ദ്രം ആവശ്യപ്പെട്ടത് പ്രകാരമുള്ള എല്ലാ പ്രപ്പോസലുകളും മെമ്മോറാണ്ടവും കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചു കഴിഞ്ഞു. ഈ മെമ്മോറാണ്ടവും പ്രപ്പോസലും ഒന്നുമില്ലെങ്കിലും ഇന്ത്യയുടെ ചരിത്രത്തിൽ ഈ ദുരിതാശ്വാസം പ്രഖ്യാപിച്ച ചരിത്രമുണ്ട് കേന്ദ്രമന്ത്രിമാർ വന്ന്. എന്തേ കേരളത്തിൻ്റെ കാര്യത്തിൽ മാത്രം അതുണ്ടാവുന്നില്ല? TP ജയചന്ദ്രൻ, 50 നാളായി. ഡോക്ടർ അരുൺ, ഞാൻ ഈ ചർച്ചയുടെ റിപ്പോർട്ടർ ചാനലിൻ്റെ ഉദ്ദേശശുദ്ധിയെ ചോദ്യം ചെയ്യുന്നില്ല. ഇന്നലെ തെറ്റായ വാർത്ത കൊടുത്തു എന്നുള്ള കുറ്റബോധത്തിൽ നിന്ന് വാർത്തകളെ വെള്ളപൂശാനുള്ള ശ്രമമാണ് എന്നും ഞാൻ ആരോപിക്കുന്നില്ല. പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. നമ്മളൊരു ചർച്ചയ്ക്കിരിക്കുമ്പോൾ ചർച്ചയ്ക്ക് നമ്മൾ ആധാരമാക്കേണ്ടത് ലഭ്യമായ രേഖകളും വസ്തുതകളുമാണ്. നോക്കൂ, നമ്മൾ ഈ ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചത് കേരളത്തിൻ്റെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന സെക്രട്ടറി ടിങ്കു ബിസ്വാൾ കേന്ദ്ര സർക്കാരിന് നൽകിയെന്ന് പറയുന്ന ഒരു മെമ്മോറാണ്ടവും അത് ഹൈക്കോടതി സ്വമേധയാ കേസെടുത്തതും അതിൻ്റെ വിവരങ്ങൾ അവകാശപ്പെടുന്നതിന് വേണ്ടിയിട്ട് ഒരു വിവരാവകാശ പ്രവർത്തകനായ ജെയിംസ് വടക്കൻ നൽകിയ വാർത്തകളും അത് വാർത്തകൾ ചർച്ച ചെയ്തത് കേരളത്തിലെ മാധ്യമങ്ങളുമാണ്. ആർക്കെങ്കിലും കേരളത്തിൻ്റെ സഹായം തടയുന്നതിൽ പങ്കുണ്ട് എന്ന വ്യാഖ്യാനത്തിന് ഒന്നാം പ്രതിയാകേണ്ടത് കേരളത്തിലെ ഈ മെമ്മോറാണ്ടവും 2 വാർത്തകൾ ഇന്നലെ ചർവണം നടത്തിയ മാധ്യമങ്ങളും ഈ വടക്കൻ ആകുന്ന ജെയിംസിനെ പോലുള്ള ആളുകളുമാണ്. ഇനി കേരളത്തിന് പണം കിട്ടാത്തത് കൊണ്ട് കേരളത്തിലെ വികസന പ്രവർത്തന തടസ്സമുണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു മലയാളി എന്ന നിലയിൽ ഡോക്ടർ അരുൺകുമാറിനും എനിക്കും ഒക്കെ തന്നെ അതിൽ വേദനയുണ്ടാകണം. ഞാൻ അരുൺകുമാറിൻ്റെ കൈകളിൽ ഉള്ള ലെറ്റർ ഇന്ന് അയച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരു കോപ്പി കൂടി നോക്കൂ. അതിൽ ടിങ്കു ബിസ്വാൾ കൃത്യമായിട്ട് ബോധ്യത്തോടുകൂടി അദ്ദേഹം തയ്യാറാക്കിയ കണക്കിൽ 15ാമത്തെ വരി മാത്രമാണ് ഞാൻ വായിക്കുന്നത്. ഒക്കെ വായിക്കാൻ സമയം ഇവിടെ ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു. എന്താണ് പറയുന്നത്? ദ ടോട്ടൽ അസിസ്റ്റൻസ് ദറ്റ് വി മേ നീഡ് മോർ ദാൻ ദ കറണ്ട്ലി അവൈലബിൾ SDRF ഈസ് rupees 219 crores. എന്താണ് അരുൺകുമാർ ആ വാക്യത്തിൻ്റെ അർത്ഥം? ദ ടോട്ടൽ അസിസ്റ്റൻറ്റ് ദറ്റ് വി നീഡ് more than the actually available SDRF. That means ഇതിനാവശ്യമായ 219.23 കോടി രൂപ കൂടാതെയുള്ള ബാക്കി തുക ഇറ്റ് ഈസ് അവൈലബിൾ വിത്ത് അസ്. ആ അവൈലബിൾ വിത്ത് അസ് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഈ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കാൻ, ടൗൺഷിപ്പ് ഉണ്ടാക്കാൻ, ധനസഹായം നൽകാൻ, ഭൂമി എടുക്കാൻ അവിടെ എല്ലാം ഉണ്ട്. ഇനി ഒറ്റ ചോദ്യം ഞാൻ ചോദിക്കട്ടെ. എക്സ്പെക്റ്റഡ് എമൗണ്ട് ആണ് എന്നുള്ളതും ആൻറ്റിസിപ്പേറ്ററി എമൗണ്ട് ആണ് എന്ന കാര്യത്തിൽ പകുതി ആൻറ്റിസിപ്പേറ്ററിയും പകുതി ആൻറ്റുമാകുമോ? നോക്കൂ, ബെയിലി പാലത്തിൻ്റെ അടിയിൽ കല്ലിടാൻ അത് നടന്ന പ്രവർത്തനമല്ലേ? ബെയിലി പാലം ഉണ്ടാക്കണം, അതിന് മുമ്പ് കല്ലിടണമല്ലോ. അത് ഉണ്ടാക്കാൻ 1 കോടി രൂപ ചിലവായി എന്നത് ആൻറ്റിസിപ്പേറ്ററി ആണോ, എക്സ്പെക്റ്റഡ് ആണോ, ആക്ച്വൽ ആണോ? അവിടെ ഉണ്ടാകുന്ന ബോഡിയുടെ എണ്ണം കൃത്യമാണല്ലോ. അത് സംസ്കരിക്കാൻ ആവശ്യമായത് ആൻറ്റിസിപ്പേറ്ററി ആണോ, അതല്ല അത് എക്സ്പെക്റ്റഡ് ആണോ, ആക്ച്വൽ ആണോ? അപ്പോൾ ഇവിടെ ഒരർത്ഥത്തിൽ നമ്മളൊരു കാര്യം ശരിയാണ്. പൊതുമണ്ഡലത്തിൽ ഇത് ചർച്ചയാവുന്നത് കഴിഞ്ഞകാല അനുഭവങ്ങളുടെ കൂടി പശ്ചാത്തലത്തിലാണ്. നമ്മുടെ കോവിഡ് കാലഘട്ടത്തിലുണ്ടായ അനുഭവത്തിൽ ഇല്ലാത്ത കമ്പനിയുടെ പേരിൽ 500 രൂപയുടെ പിറ്റ് 1500 രൂപയ്ക്ക് അടിച്ചു മാറ്റിയതും 2 രൂപയുടെ ഗ്ലൗസ് 12 രൂപയ്ക്ക് വാങ്ങിയതിൻ്റെയും ചരിത്രം
കേരളത്തിലെ അന്വേഷണ ഏജൻസികൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ആരോഗ്യമന്ത്രിക്ക് പരാതി കിട്ടി. അതൊക്കെ നമുക്ക് മറക്കാം. ഞാൻ ചോദിക്കാണിയത്, ഇന്ത്യൻ പ്രധാനമന്ത്രി ഒരു കാര്യം സൂചിപ്പിച്ചു, സാമ്പത്തികമായുള്ള ബുദ്ധിമുട്ട് കേരളത്തിലെ വികസന തടസ്സമാവില്ല. ശരി, അല്ലല്ല, ഞാൻ അതിലേക്ക് വരാം. ടി.പി. ജയചന്ദ്രൻ, അങ്ങ് പറഞ്ഞ കത്തിൽ നിന്ന് നമുക്ക് തുടങ്ങാം. The total assistance that we may need more than the currently available SDRF is rupees 219.23 crores എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്? അതിലെന്താണ് ആക്ഷേപമുള്ളത്? ടി.പി. ജയചന്ദ്രൻ, 219 കോടിയാണ് നിലവിലുള്ള ഈ SDRFിന്റെയും നാഷണൽ NDRFിന്റെയും ഒക്കെ മാനദണ്ഡങ്ങൾ പ്രകാരം നിശ്ചയിച്ചാൽ നമുക്ക് ലഭിക്കുക. പക്ഷേ ആക്ച്വൽ ലോസിനെ കുറിച്ച് ടിങ്കു ബിശ്വാസ് പറയുന്നത് നോക്കൂ, 1202 കോടിയാണ്. ദ ആക്ച്വൽ എസ്റ്റിമേറ്റ്സ് ഓഫ് ലോസസ് ആർ അബൌട്ട് 1202 കോടി 12 ലക്ഷം രൂപയാണ്. എന്നാൽ റഫ് എസ്റ്റിമേറ്റ് എത്രയാണ് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്? 2262 കോടി രൂപയാണ്. ഇതാണ് യഥാർത്ഥത്തിൽ മെമ്മോറാണ്ടത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതായത് SDRFിൻ്റെ മാനദണ്ഡ പ്രകാരം ഒരു വീട് തകർന്നാൽ 1,30,000 രൂപ കിട്ടും. എന്നാൽ ആക്ച്വൽസിൽ നമ്മൾ കണക്കാക്കി ഈ എമൗണ്ട് കിട്ടിയാൽ മാത്രമേ നമുക്ക് 6 ലക്ഷം രൂപയുടെയെങ്കിലും ഒരു വീട് അവിടെ കൊടുക്കാൻ പറ്റൂ. അങ്ങനെ കൊടുക്കേണ്ടതല്ലേ ടി.പി. ജയചന്ദ്രൻ? അതിനല്ലേ നമ്മൾ പണം ആവശ്യപ്പെടുന്നത്? അവിടെ എന്താണ് ഈ താങ്കൾ പറഞ്ഞ ഈ കത്തിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലാവുന്നതേയില്ല. കത്തിൽ നമ്മളുടെ ആവശ്യമാണ് ഉന്നയിച്ചിരിക്കുന്നത്. മാനദണ്ഡ പ്രകാരം പോയി 219 കോടി. ആ മാനദണ്ഡ പ്രകാരത്തിനും അപ്പുറമാണ് നഷ്ടം 1202 കോടി. അതിലും കൂടുതൽ പുനരധിവാസത്തിനടക്കം നമുക്ക് വേണ്ടത് 2209 കോടി. ആ കത്തിൽ എന്താ കുഴപ്പം ടി.പി. ജയചന്ദ്രൻ? അല്ല, ഞാൻ ചോദിക്കുന്ന അരുണെ, ഇപ്പോൾ കേന്ദ്രം പ്രഖ്യാപിക്കാത്തത് കൊണ്ടും കേന്ദ്രം നൽകാത്തത് കൊണ്ടും കേരളത്തിലെ പ്രവർത്തനത്തിന് തടസ്സം എന്താണ്? കേരളത്തിലെ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസവും പ്രധാനമന്ത്രിയെ കണ്ടു. അദ്ദേഹം ഈ കാര്യം നിഷേധിച്ചപ്പോഴെങ്കിലും അദ്ദേഹം പറഞ്ഞു പോയി, കേന്ദ്രത്തെ നമ്മളെ സഹായിക്കാൻ തയ്യാറല്ല എന്നും കേന്ദ്രത്തിന്റെ ഭാഗത്ത് ഒരു ആവശ്യമുണ്ടെന്നും നമുക്ക് ലഭിക്കുന്നില്ല എന്നും. അല്ലല്ല, മനസ്സിലായില്ല. അതായത് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച മെമ്മോറാണ്ടം പ്രഖ്യാപിച്ചത് ഈ SDRFിന്റെ മാനദണ്ഡ പ്രകാരമുള്ള 219 കോടി രൂപ നമ്മുടെ കയ്യിലുള്ള പണം ചെലവഴിക്കാനാണെന്നാണോ അങ്ങ് പറഞ്ഞു വരുന്നത്? അതിന് പ്രധാനമന്ത്രി ഇവിടെ പ്രഖ്യാപിക്കണ്ടല്ലോ, SDRFിന്റെ മാനദണ്ഡ പ്രകാരം ഈ 219 കോടി കിട്ടുമല്ലോ. അല്ല ഡോക്ടർ അരുൺ, ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള പണം കൂടാതെ 212 കോടി രൂപ സംതിങ് ആണ് നമുക്ക് വേണ്ടത് എന്ന് പറഞ്ഞാൽ ഈ മാനദണ്ഡ പ്രകാരം പോയാൽ പരമാവധി കിട്ടിയ 219 കോടിയാണ്. അത് പോരാ എന്നാണ് ഈ കത്ത് പറയുന്നത് ടി.പി. ജയചന്ദ്രൻ. അതാണ് നമ്മൾ ഇന്നലെ ചർച്ച ചെയ്ത, ഇന്നലെ മാധ്യമങ്ങളൊക്കെ കണ്ട മെമ്മോറാണ്ടത്തിൽ പറഞ്ഞിരുന്ന പ്രപ്പോസൽ. അത് ക്ലെയിമാണ്. ആ ക്ലെയിം നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. താങ്കൾ ആ ചരിത്രം പരിശോധിച്ചിരുന്നോ? നമ്മൾ എത്ര ക്ലെയിം ചെയ്തു? നമ്മൾ 2018-17 217 കോടി രൂപയാണ് പ്രളയകാലത്ത് ക്ലെയിം ചെയ്തത്. കിട്ടിയത് എത്രയാ? 70 കോടി. പിന്നെന്ത് ചെയ്തു? എയർഫോഴ്സ് വന്ന് 102 കോടി രൂപ കൂടി അധികം ചെലവിട്ടു ദുരിതാശ്വാസത്തിന്. അധികം ക്ലെയിം ചെയ്തു നമ്മളുടെ അടുത്ത് നിന്ന്. 217 കോടിയുടെ ക്ലെയിം നമ്മൾ കൊടുത്തപ്പോൾ കിട്ടിയത് 70 കോടി. അത് കഴിഞ്ഞാൽ 102 കോടി നമ്മുടെ കയ്യിൽ നിന്ന് എയർഫോഴ്സും കൊണ്ടുപോയി. ഓക്കെയുടെ സമയത്ത് 413 കോടി ക്ലെയിം ചെയ്തു. കിട്ടിയത് 113 കോടി. കവളപ്പാറ പുത്തുമല ദുരന്തമുണ്ടായപ്പോൾ കേരളം ക്ലെയിം ചെയ്തത് 2012 കോടി. നമുക്ക് ആ കിട്ടിയതോ 0 കോടി, 1 രൂപ കിട്ടിയില്ല. 2012 വരൾച്ചാ കാലത്ത് 19,000 കോടി നമ്മൾ ക്ലെയിം ചെയ്തു. കിട്ടിയത് 100 കോടി. ഇതാണ് കണക്ക്. അപ്പോൾ നമ്മൾ 3000 കോടിയെങ്കിലും ക്ലെയിം ചെയ്തില്ലെങ്കിൽ 1000 കോടി എങ്ങനെ കിട്ടുമെന്നതാണ് ചോദ്യം. പണം വേണ്ടേ ഇതൊക്കെ പുനരുജ്ജീവിപ്പിക്കാൻ ടി.പി. ജയചന്ദ്രൻ? അതെവിടെ? അല്ല ഡോക്ടർ അരുൺ, നിങ്ങളും ഞാനും പറയുന്ന വസ്തുതകളിലേക്ക് ഏതാണ്ട് സമാനമായി നമ്മൾ എത്തുകയാണ്. നോക്കൂ, രാജ്യത്ത് 2005 ഉണ്ടാക്കിയ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഫണ്ട് പ്രവർത്തിക്കുന്നത്. അതിനൊരു തടസ്സമില്ലല്ലോ. 2005 ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഫണ്ട് ഉണ്ടാക്കിയത് ഇവിടുത്തെ ഇടതുപക്ഷവും വലതുപക്ഷവും ഒരുമിച്ച് ഭരിച്ചൊരു സർക്കാരിൻ്റെ നിയമമാണ്. ആ നിയമത്തിൽ കൃത്യമായിട്ട് പറയുന്നു. എന്താണ് കൃത്യമായിട്ട് പറയുന്നത്? നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത് കണക്കാക്കുന്നതിനൊരു ഏജൻസി ഉണ്ട്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി, കൃഷിമന്ത്രി, പ്രതിരോധ മന്ത്രി, ഇവരടങ്ങുന്ന ഒരു ടീം അവരുടെ മുമ്പാകെ കണക്ക് വെക്കട്ടെ. ആ കണക്കിന് വസ്തുതകൾ പരിശോധിക്കട്ടെ. കണക്ക് കൊടുക്കുന്നത് കഴിഞ്ഞ 17-ാം തീയതി. ഇന്ന് തീയതി എത്രയായി എന്ന് അരുൺ അറിയാമല്ലോ. കേന്ദ്രത്തിൻ്റെ ഏജൻസി പരിശോധിക്കണ്ടേ? ആ കണക്കിൽ അരുൺകുമാർ ഞാൻ വീണ്ടും പക്ഷെ അപ്പോഴും ടി.പി. ജയചന്ദ്രൻ, ആന്ധ്രാപ്രദേശിലും ബീഹാറിലും ഇത് പ്രശ്നമല്ല. ആന്ധ്രാപ്രദേശിൽ തിരക്കപ്പെട്ട് കേന്ദ്രമന്ത്രി വന്ന് പ്രഖ്യാപിക്കുന്നത് 3000 കോടി. പിന്നീട് ആന്ധ്രാപ്രദേശിൽ തന്നെയുള്ള ഈ ചന്ദ്രബാബു നായിഡു ആവശ്യപ്പെടുന്നത് 6000 കോടി. ആവശ്യപ്പെടുന്നതിന് മുൻപേ തന്നെ കൊടുക്കാൻ ജാഗ്രത കാണിക്കുന്നുണ്ട് കേന്ദ്ര സർക്കാർ മറ്റ് സംസ്ഥാനങ്ങളിൽ. അസമിൽ അമിത്ഷാ നേരിട്ട് പോയി ഈ പ്രഖ്യാപനം നടത്തുമ്പോൾ ഒരു മെമ്മോറാണ്ടവും കൊടുത്തിട്ടില്ല.
തെലങ്കാനയിൽ മെമ്മോറാണ്ടം കൊടുത്തിട്ടില്ല. നമ്മൾ കേരളത്തിൽ പോലും പ്രളയത്തിന്റെ സമയത്ത് അന്ന് രാജ്നാഥ് സിംഗ് ഒന്ന് പ്രഖ്യാപിച്ചപ്പോൾ ഒരു മെമ്മോറാണ്ടവും ആവശ്യപ്പെട്ടില്ല. ഈ വൈകൽ ഉണ്ടായില്ല. അല്ല, പ്രഖ്യാപനം അതിനേക്കാൾ പ്രധാനമന്ത്രി പറഞ്ഞില്ലേ, അവിടെ 3000 2000 എമൗണ്ട് ലിമിറ്റഡ് ആണ്. ഇവിടെ പറയുന്നത് എന്താ, നിങ്ങൾക്ക് ആവശ്യമുള്ളത് തരാം, നിങ്ങൾക്ക് പണം ഒരു തടസ്സമാവില്ല. അതെവിടെ എന്നതാണ് ചോദ്യം. ശരി, നമ്മൾ അതിൽ വിശ്വസിക്കുന്നു. 17-ാം തീയതി കൊടുത്തു, ശരി ശരി ശരി. ആ മെമ്മോറാണ്ടം കൊടുത്തിട്ട് കുറച്ച് സമയമേ ആവുന്നുള്ളൂ എന്നുള്ളതാണ്. അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ, മെമ്മോറാണ്ടം ക്ലെയിം ചെയ്ത തുക 2000-ഓളം കോടി രൂപ നമുക്ക് കിട്ടേണ്ടതാണ്. ടി പി ജയചന്ദ്രൻ പറയുന്നത് കേന്ദ്രത്തിന് ആ മെമ്മോറാണ്ടം കിട്ടിയിട്ട് ദിവസങ്ങൾ മാത്രമേ ആവുന്നുള്ളൂ, അതിനുള്ളിൽ അങ്ങനൊരു നീക്കം എങ്ങനെ നടത്താൻ സാധിക്കും, അതൊരു സ്വാഭാവികമായ വൈകൽ മാത്രമെന്നാണ്. നമുക്ക് ആ പണം കിട്ടും എന്ന് തന്നെയാണ് പറയുന്നത്. നമ്മുടെ കയ്യിൽ 219 കോടിയുണ്ടല്ലോ എന്നാണ് BJP-യുടെ വാദം. അരുൺകുമാർ, ഇവിടെ കേരളത്തിൽ ഈ ഉരുൾപൊട്ടൽ ഉണ്ടായതിനു ശേഷമാണ് ത്രിപുരയിൽ ഒരു വെള്ളപ്പൊക്കം ഉണ്ടായത്. ആ വെള്ളപ്പൊക്കമുണ്ടായ ദിവസം, ആദ്യ ദിവസം 12 മരണമുണ്ടായി. അന്ന് വൈകുന്നേരം തന്നെ 40 കോടി രൂപ അനുവദിച്ചു. അതിനുശേഷം ഒരാഴ്ച കൂടി കഴിഞ്ഞിട്ടാണ് ആന്ധ്രയിലും തെലങ്കാനയിലും വെള്ളപ്പൊക്കമുണ്ടായത്. 32 പേർ മരിച്ചു എന്ന കണക്ക് വന്നപ്പോൾ 3448 കോടി രൂപയാണ് അനുവദിച്ചത്. ഒരു റെപ്രസെന്റേഷനും വേണ്ട, ഒരു എസ്റ്റിമേറ്റും വേണ്ട. പ്രളയമുണ്ടായി എന്നുള്ള വാർത്ത വന്നു, മരണ വാർത്ത വന്നു, അപ്പോൾ തന്നെ അനുവദിച്ചു. അതിനുശേഷം ആസാമിലും ബീഹാറിലും പ്രളയമുണ്ടായപ്പോൾ തന്നെ ആദ്യ അഡ്വാൻസ് എന്ന രൂപത്തിൽ കോടിക്കണക്കിന് രൂപ അനുവദിക്കുകയാണ്. ഈ കേരളത്തിൽ പ്രളയമുണ്ടായി 10-12 ദിവസം കഴിഞ്ഞപ്പോൾ, ഉരുൾപൊട്ടലുണ്ടായി 10-12 ദിവസം കഴിഞ്ഞപ്പോൾ പ്രധാനമന്ത്രി വന്നു, എല്ലാം കണ്ട് ബോധ്യപ്പെട്ടു. നമ്മളെല്ലാം വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്നു, നമ്മോടൊപ്പമുണ്ട്, എല്ലാ തരത്തിലുള്ള സഹായമുണ്ട് എന്ന് പറഞ്ഞു പോയിട്ട് ഇപ്പോൾ 40 ദിവസമായി. ഒരു 5 പൈസ, നയാ പൈസ കേരളത്തിന് അനുവദിച്ചിട്ടില്ല. അങ്ങ് വളരെ ഡയറക്റ്റ് ആയിട്ടാണ് BJP പ്രതിനിധിയോട് ചോദിച്ചത്, എന്താണ് കേരളത്തിന് മാത്രം നയാ പൈസ തരാത്തതെന്ന് ചോദിച്ചു. അദ്ദേഹം അന്നേരം ആ നിയമം പഠിപ്പിക്കുകയാണ് ഉണ്ടായത്. ആ നിയമമൊന്നും BJP പ്രതിനിധി പഠിപ്പിക്കേണ്ട, ഇത് കുറെ ദിവസമായി ഇവിടെ ചർച്ചയുണ്ട്. 50 ദിവസമായി ഈ സംസ്ഥാനം ചർച്ച ചെയ്യുന്നുണ്ട്. എന്താണ് നിയമം, സ്റ്റേറ്റ് ഡിസാസ്റ്റർ ഫണ്ട് എന്താണ്, നാഷണൽ ഡിസാസ്റ്റർ ഫണ്ട് എന്താണ്, ആരൊക്കെയാണ് അതിന്റെ ഓഡിറ്റിംഗ് നടത്തുന്നത്, എങ്ങനെയാണ് ഫണ്ട് കിട്ടുന്നത്, ഇതൊക്കെ സാധാരണക്കാർ പഠിച്ചിട്ടുണ്ട്. ഡയറക്റ്റായി നിങ്ങളോട് ചോദിക്കുകയാണ്, എന്താണ് ഒരു 5 പൈസ പോലും ഈ കൊച്ചു കേരളത്തിന് ഇതുവരെ തരാത്തത്? 500-ലധികം പേർ മരിച്ചില്ലേ? ത്രിപുരയിലെ 12 പേർ മരിച്ചപ്പോൾ നിങ്ങൾക്ക് പണം കൊടുക്കാം. ബീഹാറിൽ 32 പേർ മരിച്ചപ്പോൾ നിങ്ങൾക്ക് പണം കൊടുക്കാം. ആസാമിൽ 15 പേർ മരിച്ചപ്പോൾ നിങ്ങൾക്ക് പണം കൊടുക്കാം. ബീഹാറിൽ നിന്ന് ഇത്തരത്തിലുള്ള പ്രളയത്തിന്റെ വാർത്ത വന്നപ്പോൾ നിങ്ങൾക്ക് കോടികൾ അവിടെ ചെലവഴിക്കാം. 500-ലധികം പേർ മരിച്ച് 3 വാർഡുകൾ ഒലിച്ചു പോയി. 100 കണക്കിന് ആളുകൾക്ക് അവരുടെ ജീവനോപാധി എല്ലാം നഷ്ടപ്പെട്ട് ഇപ്പോൾ ദുരിതാശ്വാസ നിധിയിൽ നിന്ന്, ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്ന് സംസ്ഥാന ഗവൺമെന്റ് സ്വന്തം റിസ്കിൽ ഓരോ വീടുകളെടുത്ത് പൊന്നുപോലെ ഈ ജനങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഞാൻ ചോദിക്കുന്നു, എന്തുകൊണ്ട് നയാ പൈസ നിങ്ങളുടെ കേന്ദ്ര ഗവൺമെന്റ് ഈ നിവേദനം കിട്ടി 31 ദിവസമായി നിങ്ങളുടെ കയ്യിൽ, ദിവസങ്ങളെ ആയോളൂ എന്ന് ചോദിക്കുമ്പോൾ ഒരു ഇൻട്രീം റിലീഫ് തരാൻ, ഒരു ആശ്വാസ തുക തരാൻ എന്തിനാണ് മിസ്റ്റർ ഒരു നിവേദനം, എന്തിനാണ് മിസ്റ്റർ ഒരു എസ്റ്റിമേറ്റ്? ഈ കേരളത്തിലെ ജനങ്ങളോട് നിങ്ങൾ ഇതിന് മറുപടി പറയണം. ഇത്രയും അവഗണിച്ച് കേരളത്തിലെ ജനങ്ങളെ തള്ളി മാറ്റുമ്പോൾ ഇപ്പോൾ നിങ്ങൾ ഹെലികോപ്റ്ററിന്റെ ബില്ല് കൊണ്ടുവരും, നിങ്ങൾ ബെയിലി പാലത്തിന്റെ ബില്ല് കൊണ്ടുവരും, നിങ്ങൾ അരി തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ബില്ല് കൊണ്ടുവരും, പട്ടാളത്തിനും പോലീസിനും ചെലവായ തുക നിങ്ങൾ ബില്ലായി കൊണ്ടുവരും. ആ ബില്ല് തരാൻ ഞങ്ങൾ തയ്യാറാണ്. പക്ഷേ ഈ കേരളത്തിലെ ജനങ്ങളുടെ നികുതി പണം കൂടിയാണ് കേന്ദ്രത്തിന് കിട്ടുന്നത് എന്ന ബോധ്യം നിങ്ങൾക്ക് വേണം. 2018 ഇവിടെ പ്രളയമുണ്ടായി, 26,000 കോടി രൂപയുടെ നഷ്ടമുണ്ടായി, 6,000 കോടി രൂപയാണ് ക്ലെയിം ചെയ്തത്. നിങ്ങൾ തന്നത് 2,904 കോടി രൂപ മാത്രമാണ്. 2019 ഇവിടെ പ്രളയമുണ്ടായി, 2,500 കോടി രൂപ ക്ലെയിം ചെയ്തു. നിങ്ങൾ നയാ പൈസ തന്നില്ല. ഇങ്ങനെ പുറകിലേക്ക് നോക്കിയാൽ ഒരുപാട് ദുരന്ത അനുഭവങ്ങൾ ഉണ്ടാകുമ്പോഴും ഈ ഉരുൾപൊട്ടൽ ഇന്ത്യയിൽ ഉണ്ടായ ഉരുൾപൊട്ടലുകളിൽ 3ാമതാണ്. ഈ കേരളത്തിൽ ഉണ്ടായ ഉരുൾപൊട്ടലുകളിൽ ഏറ്റവും വലുതാണ്. സമാനമായിട്ടുള്ള സാഹചര്യം ഇതുവരെ ഉണ്ടായിട്ടില്ല. 50 ദിവസമായി നയാ പൈസ തരാത്ത നിങ്ങൾ ഇത്തരത്തിൽ ചാനൽ ചർച്ചകളിൽ വന്ന് ന്യായീകരിക്കുമ്പോൾ ഈ ദുരന്ത ഭൂമിയിലെ 100 കണക്കിന് ആളുകൾ, അവരുടെ കുടുംബം, ഈ കേരളത്തിലെ ജനത ഒറ്റ മനസ്സായി ദുരന്തത്തെ അതിജീവിക്കാൻ സ്വീകരിച്ച നടപടിക്രമങ്ങളുടെ ഭാഗവാക്കായി മാറിയവരെല്ലാം നിങ്ങളെ പുച്ഛിച്ചു തള്ളുകയാണ്. 2 ദിവസമായി നുണ വാർത്തകൾ മാത്രമാണ്. ചില ചാനലുകൾ മാപ്പ് പറഞ്ഞു, ചില ചാനലുകൾ വാർത്തയിൽ നിന്ന് പിന്മാറി. പക്ഷെ
ഇപ്പോഴും സോഷ്യൽ മീഡിയയിലൂടെയും മറ്റു മാധ്യമങ്ങളിലൂടെയും നുണയും ട്രോളുകളും വീഡിയോകളും പ്രചരിപ്പിച്ചുകൊണ്ട് ഈ കേരള ഗവൺമെന്റിന്റെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളെ പലതരത്തിൽ ആക്ഷേപിച്ചുകൊണ്ട് അപമാനിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. കേന്ദ്രത്തിൽ നിന്ന് എന്തെങ്കിലും കിട്ടാനുണ്ടെങ്കിൽ അത് കിട്ടാതിരിക്കുക എന്ന ലക്ഷ്യത്തോടെ ബി.ജെ.പിയും അതുപോലെ തന്നെ കോൺഗ്രസും ഒരു പക്ഷ മാധ്യമങ്ങളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലും ഇച്ഛാശക്തിയോടെ സംസ്ഥാന ഗവൺമെന്റ് മുന്നോട്ട് പോവുകയാണ്. ഈ ദുരന്തത്തെയും ഞാൻ ജ്യോതികുമാറിലേക്കും എത്താം, പ്രേംകുമാറിലേക്കും എത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. വെൽക്കം ബാക്ക്. കേന്ദ്രത്തിന്റെ സഹായം എവിടെ എന്നാണ് ചോദ്യം. നമുക്കൊപ്പം ജ്യോതികുമാർ ചമാക്കാല കോൺഗ്രസ് പ്രതിനിധി, അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ CPM പ്രതിനിധി, TP ജയചന്ദ്രൻ BJP പ്രതിനിധി, ഇടതു നിരീക്ഷകൻ ഡോക്ടർ പ്രേംകുമാർ എന്നിവരുണ്ട്. ഞാൻ ജ്യോതികുമാർ ചമാക്കാലയിലേക്ക് പോകുന്നു. ജ്യോതികുമാർ ചമാക്കാല, തെറ്റായ പ്രചരണങ്ങളുടെ പേരിൽ കേന്ദ്ര സഹായം തടയാനുള്ള ശ്രമം അത് BJPയും കേരളത്തിൽ UDFും ഒരുമിച്ച് ചെയ്യുന്നുവെന്നാണ് CPM പ്രതിനിധിയുടെ ആരോപണം. പക്ഷേ പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്. നമ്മൾ കേരളത്തിൽ നിന്നുള്ള കേന്ദ്ര സഹമന്ത്രിയോട് ചോദിക്കുമ്പോൾ അദ്ദേഹം ചോദിക്കുന്നു, മുഖ്യമന്ത്രിയോട് ചോദിക്കൂ, കേന്ദ്ര സഹായം എവിടെ? ഒരു ദുരന്തം കഴിഞ്ഞ് 50 നാൾ പിന്നിട്ടിട്ടും ഒരിടക്കാല ആശ്വാസം പോലും കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചില്ല എന്നുള്ളത് UDFും പ്രതിപക്ഷവും കാണാതെ പോകുന്നുണ്ടോ ജ്യോതികുമാർ? അരുൺകുമാറെ, ഈ വിഷയത്തിൽ വളരെ കൃത്യമാണ് കാര്യങ്ങൾ. ഇപ്പോൾ ഈ കൊടുത്തിരിക്കുന്ന മെമ്മോറാണ്ടവുമായി ബന്ധപ്പെട്ട വിവാദം വന്നതിന് ശേഷം മാത്രമാണ് കേരള സർക്കാർ പോലും കേന്ദ്രത്തിൽ നിന്ന് ഒരു പൈസ കിട്ടിയിട്ടില്ല എന്നുള്ള അവകാശവാദവുമായി, അതായത് നമുക്ക് എല്ലാവർക്കും അറിയാൻ കിട്ടിയിട്ടില്ല എന്നുള്ളത്, പക്ഷേ അതിനെ സംബന്ധിച്ചൊരു പരാതിയായി രംഗത്ത് വരുന്നത് ഇപ്പോഴാണ് ഇടതുപക്ഷ സർക്കാർ ഉൾപ്പെടെ വന്നിട്ടുള്ളത് എന്ന കാര്യം നമ്മൾ മറക്കരുത്. ഇതിന് മുമ്പ് ഇതുമായി ബന്ധപ്പെട്ട് ഒരു റിമൈൻഡർ അയക്കുകയോ ഇതുമായി ബന്ധപ്പെട്ട് ഒരു പൊതുസമൂഹത്തിൽ സർക്കാരിൻ്റെതായ ഒരു സ്റ്റേറ്റ്മെന്റ് വരികയോ അല്ലെങ്കിൽ ഏതെങ്കിലും മന്ത്രിമാർ, റവന്യൂ മിനിസ്റ്ററോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോ ഇത്തരത്തിൽ കേന്ദ്രത്തിൽ നിന്ന് കിട്ടേണ്ട സഹായത്തിൽ ഒരു പൈസ പോലും കിട്ടിയിട്ടില്ല എന്നതിനെ സംബന്ധിച്ച് ഒരു പരാതി പബ്ലിക് ഡൊമൈനിൽ പറയുന്നത് ഞാനോ താങ്കളോ ആരും കേട്ടിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിലുണ്ട്. അത് നമ്മൾ മറക്കരുത്. അതിന്റെ അർത്ഥം കേന്ദ്രം തരേണ്ടതില്ല എന്നല്ല. കേന്ദ്രത്തെ സംബന്ധിച്ച് അരുൺകുമാർ പറഞ്ഞത് 100% ശരിയാണ്. മറ്റ് സംസ്ഥാനങ്ങൾക്ക് ഇൻട്രീം റിലീഫ് കൊടുത്തിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിലുണ്ട്. സ്വാഭാവികമായും മാന്യമായി ഒരു എന്താ പറയുന്നത്, രാഷ്ട്രീയത്തിന് അതീതമായി കാണുന്ന ഒരു സർക്കാർ ആണെങ്കിൽ സ്വാഭാവികമായിട്ടും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇൻട്രീം റിലീഫ് ഉണ്ടാകേണ്ടതായിരുന്നു. ഇത് സംഭവിച്ച ദിവസം തന്നെ നമ്മളൊക്കെ പ്രതീക്ഷിച്ചതാണ്, പ്രധാനമന്ത്രി കേരളത്തിൽ വരുമ്പോഴെങ്കിലും 10-ാം തീയതി 30-ാം തീയതി ദുരന്തമുണ്ടായി, 10-ാം തീയതി പ്രധാനമന്ത്രി റെസ്ക്യൂ ഓപ്പറേഷൻസ് എല്ലാം കഴിഞ്ഞതിന് ശേഷം അവിടെ വരുന്നു. അവിടെ വെച്ചെങ്കിലും എന്തെങ്കിലും ഒരു പ്രഖ്യാപനം ഉണ്ടാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. ഒരു ഇൻട്രീം റിലീഫ് എങ്കിലും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷെ ഒന്നും ഉണ്ടായില്ല. അദ്ദേഹം പോയി നിങ്ങൾ കണക്കുകൾ അവതരിപ്പിക്കും, കണക്കുകളുടെ ബേസിസിൽ എന്ത് സഹായവും ചെയ്യാമെന്ന് അദ്ദേഹം വാക്കാൽ പറഞ്ഞിട്ട് പോയതല്ലാതെ അതിനുശേഷം ഒരു സഹായവും കിട്ടിയിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിലുണ്ട്. ഒരു തർക്കവുമില്ല. അതിന് ഒരു കാരണവശാലും കേന്ദ്ര സർക്കാരിനെ അക്കാര്യത്തിൽ നമുക്ക് ന്യായീകരിക്കാനാവില്ല. അത് നമുക്ക് കിട്ടേണ്ട ഇൻട്രീം റിലീഫ് എത്രയായാലും 1 രൂപ പോലും തന്നിട്ടില്ല എന്ന് പറയുമ്പോൾ ഇത്രയും വലിയൊരു ഒരു അപകടം, ഒരു ദുരന്തം നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടായിട്ടും തന്നിട്ടില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതിൻ്റെ അപ്പോൾ അതൊരു ഭാഗം കേന്ദ്ര സർക്കാരിൻ്റെ വീഴ്ച തന്നെയാണ്. പിന്നീട് ഇവിടെ വന്നിട്ടുള്ള വിവാദം ഈ കൊടുത്തിട്ടുള്ള മെമ്മോറാണ്ടവുമായി ബന്ധപ്പെട്ടാണ്. മെമ്മോറാണ്ടവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ സ്വാഭാവികമായിട്ട് നമ്മൾ ചർച്ച ചെയ്യും. എന്തുകൊണ്ടാണ് നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നത്? ഇവിടെ 2023 ഇതിന്റെ നോംസ് പുതുക്കി ഇറക്കിയിട്ടുണ്ട്. അതിന്റെ ഗൈഡ് ലൈൻസ് നമ്മുടെ കൈവശമുണ്ട്. ആ ഗൈഡ് ലൈൻസ് അനുസരിച്ച് കൊടുക്കുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ SDRF ഇത്തരത്തിൽ സംസ്ഥാന സർക്കാർ ഇത് കൊടുക്കുമ്പോൾ അതിനകത്ത് വസ്തുതകൾ കൃത്യമായിരിക്കണം. സ്വാഭാവികമായിട്ട് നോക്കൂ, താങ്കൾ ഇവിടെ സൂചിപ്പിച്ചു. ഇവിടെ നമുക്കറിയാം ഈ കണക്ക് കൊടുത്തത് അതിനകത്ത് കൃത്യമായി പറയുന്നുണ്ട്. മൊത്തം SDRF നോംസ് അനുസരിച്ച്, അതായത് ചെലവാക്കാൻ കഴിയുക അത് തെറ്റാണ്. മാനദണ്ഡപ്രകാരമല്ല. അവിടെ അസസ് ചെയ്തതിന് ശേഷം അത് റെക്കമെൻഡ് ചെയ്യണം. കേന്ദ്ര NDRFന്റെ സംഘം റെക്കമെൻഡ് ചെയ്യണം. ചില പാരാമീറ്റേഴ്സ്, ആദ്യത്തെ പാരാമീറ്റേഴ്സ് എല്ലാം 100% നോംസ് അനുസരിച്ച് മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ. അങ്ങനെയാണ് ചെയ്തിട്ടുള്ളതും. എന്നാൽ 228ലേക്ക് ചെല്ലുന്ന ഭാഗത്ത് അവിടെ തന്നെയാണ് പ്രശ്നം. നോക്കൂ, ഞാൻ 1-2 എക്സാമ്പിൾസ് ഒന്ന് ചൂണ്ടിക്കാണിക്കാം. ഇതിന്റെ ഗൗരവം ഇത്തരം വിഷയങ്ങൾ വിട്ടുപോകരുതല്ലോ. നമുക്കറിയാം, നമ്മുടെ സർക്കാരിന്റെ ഔദ്യോഗിക രേഖ അനുസരിച്ച് 231 പേരാണ് മരണപ്പെട്ടുള്ളത്. 128 പേരെ കാണാതെ പോയിട്ടുണ്ട്. ഇവിടെ ബറിയിങ് ഓഫ് ബോഡീസിനെ സംബന്ധിച്ച് നമ്മുടെ നോംസിൽ പറയുന്നത് എന്താണ്? ഞാനൊന്ന് വായിച്ചോട്ടെ, താങ്കളൊന്ന് കേട്ടോളൂ. ഡിസ്പോസൽ ഓഫ് ഡെഡ് ബോഡീസ് ആസ് പെർ ദ ആക്ച്വൽ കോസ്റ്റ് ബേസ്ഡ് ഓൺ ദ അസസ്മെന്റ് ഓഫ് ദ നീഡ് ബൈ SEC സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി ആൻഡ് റെക്കമെൻഡേഷൻ ഓഫ് ദ സെൻട്രൽ ടീം ഇൻ കേസ് ഓഫ് NDRF. അവിടെ ഇത്ര തുക എന്ന് തീരുമാനിച്ചിട്ടില്ല. നമ്മളെ സംബന്ധിച്ച് നമുക്കറിയാം, നമ്മൾ ഈ മെമ്മോറാണ്ടം കൊടുക്കുന്നത് 17-ാം തീയതിയാണ്.
ഈ 17-ാം തീയതി ഈ മെമ്മോറാണ്ടം കൊടുക്കുമ്പോൾ 231 പേരെയും നമ്മൾ അവരുടെ എല്ലാം ഫ്യൂണറൽ കഴിഞ്ഞിരുന്നു. ഇവിടെ മൊത്തം നമ്മൾ 359, അതായത് ഇനി കാണാനുള്ള 128 പേരുൾപ്പെടെ 359 പേരുടെ ആളുകളെ നഷ്ടപ്പെട്ടു എന്ന രീതിയിലാണ് നമ്മൾ ക്ലെയിം ചെയ്തിട്ടുള്ളത്. അതിന് നമ്മൾ തുകയായിട്ട് ആവശ്യപ്പെട്ടിട്ടുള്ളത് 2,76,70,75,000 രൂപയാണ്. നമ്മൾ യഥാർത്ഥത്തിൽ ഫ്യൂണറൽ നടത്തിയിട്ടുള്ളത് 231 പേരാണ്. അങ്ങനെയാണെങ്കിൽ ഈ തുക നമ്മൾ ഈ 231 പേർക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര രൂപ വരും? 1,70,70,000 രൂപ പെർ ഹെഡ് വരും. അത് ആക്ച്വൽ ആണോ? ഇത് കൊടുക്കുന്ന എപ്പോഴാണ്? ഈ ചടങ്ങുകളെല്ലാം കഴിഞ്ഞതിന് ശേഷം, ഈ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയായതിനു ശേഷം 17-ാം തീയതി കൊടുത്ത കണക്കിനെ കുറിച്ച് ഞാൻ സംസാരിക്കുന്നത്. മാത്രമല്ല അവിടെ എന്താ പറയുന്നത്, വേറൊരു ഹെഡുണ്ട്, ഡ്രെയിനിങ് ഓഫ് ഫ്ലഡ് വാട്ടർ. മെനി പാർട്സ് ഓഫ് ദ അഫക്റ്റഡ് സെറ്റിൽമെന്റ്സ് ഹാഡ് വാട്ടർ ബോണ്ടിങ്. ദിസ് നീഡഡ് ടു ബി ഡ്രെയിൻഡ് ഔട്ട്. ദ കോസ്റ്റ് എസ്റ്റിമേറ്റ് ഈസ് 3 crores. ഈ 17-ാം തീയതി കൊടുക്കുമ്പോഴത്തേക്കും അവിടെ എങ്ങും വെള്ളം കെട്ടി നിൽക്കുന്നില്ല എന്നുള്ള കാര്യം നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ എന്തെങ്കിലും കണക്ക് കൊടുത്ത് എന്തെങ്കിലും ചോദിക്കാമല്ലോ. നമ്മൾ നോംസ് ഉണ്ട്, ശരിയാണ്, ആ നോംസ് വെച്ചുകൊണ്ട് കൊടുക്കണ്ടേ? അങ്ങനെ നോംസ് വെച്ച് കൊടുക്കുന്നതിലെ അപാകതകളെ കുറിച്ചാണ് താങ്കൾ മുമ്പ് സൂചിപ്പിച്ച ഈ പറയുന്ന 219 കോടി. പക്ഷേ ഇങ്ങനെ ഈ മാനദണ്ഡപ്രകാരം നമ്മൾ കൊടുത്താൽ കിട്ടാൻ പരമാവധി സാധ്യതയുള്ള അത്രയുമാണ്. പക്ഷെ താങ്കൾക്കറിയാമല്ലോ, 3 വാർഡുകൾ ഒന്നാകെ ഒലിച്ചുപോയി. ഒരു പഞ്ചായത്തിലെ പകുതി ഭാഗം പൂർണ്ണമായിട്ടും പരാജയപ്പെട്ടു. ആ പ്രദേശത്തെ തിരിച്ചെടുക്കാൻ ഇത് മതിയോ? തർക്കമില്ല അരുണേ. അവിടെ നമ്മുടെ മുമ്പിലുള്ള പ്രശ്നം എന്താണ്? നമ്മൾ ഇത്തരം കണക്കുകൾ നോക്കുമ്പോൾ അതിനെ സംബന്ധിച്ച് സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിന് കൊടുക്കുന്ന ഒരു കണക്കാണ്. അത് കുറച്ചുകൂടി റിയലിസ്റ്റിക് ആകണ്ടേ? നമുക്ക് അസസ് ചെയ്യാൻ പറ്റാത്ത തുകയെ സംബന്ധിച്ച്, അതെ, നിങ്ങൾക്ക് ഇനി സംഭവിക്കാൻ പോകുന്ന തുകയെ സംബന്ധിച്ച് എത്ര വേണമെങ്കിലും ആകാം, അത് ഡിസ്കഷനിലൂടെ നമുക്കാകാം. പക്ഷേ തീരുമാനിക്കപ്പെട്ട അഥവാ നമ്മൾ ചെയ്ത ജോലികളെ സംബന്ധിച്ചുള്ള തുകയെ സംബന്ധിച്ച് ഞാൻ അതേക്കുറിച്ചാണ് പറയുന്നത്. ഒറ്റ കാര്യം കൂടി പറഞ്ഞിട്ട്, എയർ ഡ്രോപ്പിംഗ് ഓഫ് എസെൻഷ്യൽ സപ്ലൈസ് ആൻഡ് റെസ്ക്യൂ ബൈ എയർഫോഴ്സ് ആസ് പെർ ദ ആക്ച്വൽ കോസ്റ്റ് incurred, assessed by SEC and recommended by the Central Committee. The quantum of assistance will be limited to such an, അത് കുറേ കണ്ടീഷൻസ് പറയുന്നുണ്ട്, limited to actual amount raised in the bills by the Ministry of Defence for air dropping of essential supplies and rescue operations only. പക്ഷെ നമ്മൾ കൊടുത്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കൂ. നമ്മൾ കൊടുത്തിരിക്കുന്നത് എയർ ഡ്രോപ്പിംഗ്. The aircrafts of Indian Air Force were used for transporting troops, airlifting of rescued, airlifting of dead bodies, dropping of troops, VIP മൂവ്മെന്റ് എക്സെട്ര. അപ്പോൾ VIP വന്നിട്ട് പോയതിന്റെ തുകയും നമ്മൾ അതിനകത്ത് പെടുത്തുന്നത് ശരിയാണോ? അപ്പോൾ ഞാൻ ചോദിക്കുന്നതാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് നോംസിന് വിരുദ്ധമായി ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് വന്നിട്ടുണ്ട്. 2012-13 കാലഘട്ടങ്ങളിൽ UDFന്റെ സർക്കാർ ആവശ്യപ്പെട്ടത് എത്രയാണെന്നറിയാമോ? അന്നത്തെ മഴക്കെടുതിയിലും മണ്ണിടിച്ചിലും 1428 കോടി രൂപയാണ്. കേന്ദ്രം എത്രയാ തന്നതെന്നറിയാമോ? 15 കോടി. അന്ന് ആക്ച്വൽ കോസ്റ്റ് 15 കോടിയായിരിക്കെ UDF സർക്കാർ ആവശ്യപ്പെട്ടത് 1414 കോടിയാണ്. 2012-13 4429 കോടി രൂപയാണ് അന്ന് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടത്. കിട്ടിയത് എത്രയാണെന്നറിയാമോ? 61 കോടി. അപ്പൊ 61 കോടിക്ക് പകരം 4400 കോടി രൂപ UDF സർക്കാരിന് ആവശ്യപ്പെട്ടു. ഇവിടെ 219 കോടി കൊണ്ടും നടക്കില്ല എന്ന് പറയുമ്പോൾ 2000 കോടിയാണ് കേരളം ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പൊ അത് ഈ ഹെഡുകളിൽ മാത്രമല്ലേ ആ വർധന നമുക്ക് കാണിക്കാൻ പറ്റൂ. ജ്യോതി, അത് കാണിക്കേണ്ട ഹെഡിൽ കാണിക്കുന്നേ. നമ്മുടെ മുമ്പിൽ റിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് അല്ല നിൽക്കുക, ഇവിടെ ഡെഡ് ബോഡി അടക്കിയതുമായി ബന്ധപ്പെട്ട് നമ്മുടെ മുമ്പിൽ കണക്കില്ലേ? നമുക്ക് വ്യക്തതയില്ലേ? അവിടെ ക്യാമ്പുകളിൽ നടത്തിയിട്ടുള്ള എക്സ്പെൻസിനെ കുറിച്ച് നമുക്ക് ബോധ്യമില്ലേ? ഞാൻ പറഞ്ഞ ചെലവാക്കാൻ പറ്റുന്ന മേഖലകൾ ഇനിയുമുണ്ടല്ലോ. അത് നമുക്ക് ഈ 4 വാർഡുകൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ആ 4 വാർഡുകളുടെ വ്യോമവുമായി ബന്ധപ്പെട്ട് ഈ നോക്കൂ, ഈ SDRF വഴി കിട്ടാൻ പാടില്ലാത്ത, അഥവാ കിട്ടാൻ നിയമപ്രകാരം ലഭിക്കാൻ യാതൊരു സാധ്യതയുമില്ലാത്ത തുകയെക്കുറിച്ച് ഇതിനകത്ത് പറയുന്നുണ്ട്, അംഗീകരിക്കുന്നുണ്ട്. 587 കോടി രൂപ അങ്ങനെ തന്നെ ഇതിനകത്ത് കാണിച്ചിട്ടുണ്ടല്ലോ. തർക്കമില്ലെന്നേ. ഈ 587 കോടി രൂപ 587 കോടിയാണ്, അഥവാ അയഥാർത്ഥമാണ്. അത് കേന്ദ്ര സർക്കാർ നമുക്ക് കിട്ടാനുള്ള പണത്തെ അത് ബാധിക്കുമെന്നാണ് നിങ്ങളുടെ ആക്ഷേപം. തീർച്ചയായിട്ടും താങ്കൾ UDF-നെ LDF-നെ താങ്കൾ UDF-നെ LDF-നെ കമ്പയർ ചെയ്തുകൊണ്ടാ. നോക്കൂ, നമ്മളിപ്പോൾ ഇവിടെ കൊടുക്കുന്ന 1202 കോടി രൂപ ആവശ്യപ്പെട്ടുകൊണ്ടാണ്. ഇതിനകത്ത് SDRF, അത് നമ്മൾ എക്സൈറേറ്റ് ചെയ്ത് എഴുതിയിട്ട് പോലും SDRF-ൽ നിന്ന് വരേണ്ട തുക എത്രയാണ്? 219 കോടിയാണ്. എത്ര പെർസെന്റേജ് വരുമെന്ന് താങ്കൾക്കറിയാമോ? 18%. ഒരു ഉദാഹരണം, താങ്കൾ UDF-ന്റെ ആയാലൊക്കെ പറഞ്ഞല്ലോ. ഒരു ഉദാഹരണം പുറ്റിക്കൽ ദുരന്തം തന്നെ എടുക്കാം. പുറ്റിക്കൽ ദുരന്തത്തിൽ അവിടെ കൊടുത്തിട്ടുള്ള തുക എത്രയാണെന്ന് അറിയോ? 48 കോടി. നമ്മൾ ഓവറോൾ കൊടുത്തിട്ടുള്ളത് 117 കോടിയാണ് നമ്മൾ ഈ തരത്തിൽ ഫുള്ളായിട്ട് ആവശ്യപ്പെട്ടിട്ടുള്ളത്.
എന്നാൽ NDRF എസ്റ്റിമേറ്റ് അനുസരിച്ച് 48 കോടിയാണ് വരേണ്ടത് എന്ന് പറഞ്ഞാൽ അവിടെ 42% അവിടെ തന്നെ SDRF നിന്ന് നിയമപ്രകാരം ലഭിക്കേണ്ടതാണ്. ഇവിടെ നോക്കൂ, ഇവിടെ വെറും 18% SDRF നിയമപ്രകാരം നമ്മൾ എക്സാജറേറ്റ് ചെയ്ത്, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള ഇതിൽ ഉൾക്കൊള്ളിക്കാൻ കഴിയാത്ത കണക്കുകൾ കൂടി, അല്ലെങ്കിൽ ഇതിനകത്ത് റിയലിസ്റ്റിക് അല്ലാത്ത കണക്കുകൾ കൂടി ഉൾപ്പെടുത്തിയിട്ട് പോലും നമുക്ക് 18% വരുന്നുള്ളൂ എന്നുള്ള കാര്യം കൂടി നമ്മൾ മറക്കരുത്. നമ്മുടെ SDRF നമ്മൾ എക്സാജറേറ്റ് ചെയ്ത് എഴുതിയിട്ട് പോലും അയഥാർത്ഥമായ കണക്കുകൾ പെരുപ്പിച്ച് കാട്ടി ഇങ്ങനെയൊരു മെമ്മോറാണ്ടത്തിൽ ക്ലെയിം ചെയ്താൽ അത് നമുക്ക് കിട്ടാനിടയായ സാമ്പത്തിക സഹായത്തെ ബാധിക്കില്ലേ എന്നതാണ് UDFന്റെ ഒരു ആശങ്ക. പ്രേംകുമാർ. അല്ല, അതൊരു ജ്യോതികുമാർ ചാമക്കാല BJP-കാരൻ പറയുന്ന അതേ ന്യായം ഒന്ന് മിൻസ് ചെയ്ത് പറയാണ്. അതുകൊണ്ടല്ലല്ലോ ഒരു ഇന്ററിം റിലീഫ് ഡിക്ലെയർ ചെയ്യാത്തത്. 50 ദിവസമായിട്ടും 1 കോടി രൂപ സഹായമെന്ന് പോലും കേന്ദ്ര സർക്കാരോ പ്രധാനമന്ത്രിയോ പറയാത്തത് ഈ കണക്ക് കൊടുത്ത മെമ്മോറാണ്ടത്തിലുള്ള മിസ്മാച്ച് കൊണ്ടല്ലല്ലോ, ഉണ്ടെന്നാണെങ്കിൽ പോലും. അതുകൊണ്ട് ആ ന്യായത്തെ ഞാൻ ഒന്നും കാണുന്നില്ല. അതിന് മുന്നൊരു കാര്യം പറയട്ടെ, അരുൺ ആവർത്തിച്ചു പറഞ്ഞ 2 യൂസേജസിനെ എനിക്ക് കറക്റ്റ് ചെയ്യേണ്ടതുണ്ട്, കോൺട്രഡിക്റ്റ് ചെയ്യേണ്ടത്. ഒന്നെന്ന് വെച്ചാൽ വിവാദങ്ങളുടെ പശ്ചാത്തലം വിവാദമൊന്നുമില്ല അരുൺ, മാധ്യമങ്ങളിലൂടെ വന്നിട്ടുള്ള ശുദ്ധമായ കള്ളവാർത്തയായിരുന്നു, അത് പ്ലാന്റഡ് സ്റ്റോറി ആയിരുന്നു, നിങ്ങൾ ഇടപെടരുത്. രണ്ടാമത്തെ കാര്യം, നിങ്ങളിപ്പോൾ പറയുന്നത് ഈ തെറ്റായ വാർത്തകളുടെ കോണ്ടെക്സ്റ്റിൽ സഹായം തടയുമോ എന്നാണ്. അങ്ങനെയല്ല. 48 ദിവസമായിട്ട് കേരളത്തിന് തരാതിരുന്ന, മനഃപൂർവ്വം തരാതിരുന്ന, സഹായം തരാതിരുന്ന മനുഷ്യവിരുദ്ധമായ നിലപാടുകളെ അതിനെ വെള്ളപൂശാൻ വേണ്ടി തെറ്റായ വാർത്തകൾ കൊടുക്കുകയായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എസ്റ്റിമേറ്റ് എന്നുള്ളതും എക്സ്പെൻഡിച്ചർ എന്നുള്ളതും തമ്മിലുള്ള വ്യത്യാസം അറിയാത്തവരാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തവർ എന്ന് ഒരു കാരണവശാലും വിശ്വസിക്കാൻ പറ്റില്ല. ആദ്യം ഈ വാർത്ത പറഞ്ഞിട്ടുള്ളത് ഷാജഹാൻ കാളിയത്ത് എന്ന് പറഞ്ഞ ആളാണ്. അദ്ദേഹം MA ഇംഗ്ലീഷ് കഴിഞ്ഞ ആളാണ്, എനിക്കറിയാം. അദ്ദേഹത്തിന് എസ്റ്റിമേറ്റും എക്സ്പെൻഡിച്ചറും അറിയില്ല എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല. രണ്ടാമത്, ഒരു വാർത്ത കിട്ടിയാൽ അരുണിന് അറിയാം, ഏത് ജേർണലിസ്റ്റ് വിദ്യാർത്ഥിക്കും അറിയാം, ആദ്യം ചെയ്യേണ്ടത് വെരിഫൈ ചെയ്യാന്നുള്ളതാണ്. നിങ്ങൾക്ക് രാജൻ മിനിസ്റ്ററോടോ കലക്ടറോടോ SDRFന്റെ ആരോടെങ്കിലും ചോദിക്കാമായിരുന്നു, ഒരാളോടും ചോദിച്ചില്ല. ഇനി എയർ ചെയ്ത് കഴിഞ്ഞാൽ അതിന് കോൺട്രഡിക്ടറി ആയിട്ട് ഇത് അങ്ങനെയല്ല, ഇത് എക്സ്പെൻഡിച്ചർ അല്ല, ഇത് എസ്റ്റിമേറ്റ് ആണെന്ന് പലവട്ടം മിനിസ്റ്റർ MP രാജേഷ്, K രാജൻ വൈകിട്ട് 5 മണിക്കുള്ളിൽ മുഖ്യമന്ത്രി പറഞ്ഞിട്ട് പോലും രാത്രി 8 മണിയിലെ ചർച്ചയിൽ പോലും, അരുൺ എനിക്ക് പറയുന്നതിൽ വിഷമമുണ്ട്, നിങ്ങളുടെ സ്മൃതി പരുത്തിക്കാടിന്റെ ചർച്ചയിൽ പോലും എഴുതി കാണിച്ചത് കേരള സർക്കാരിന്റെ ചെലവുകൾ പുറത്തുനിന്നാണ്. 9 മണിയുടെ എഡിറ്റേഴ്സ് അവറിലാണ്, എന്താ പറയുക, നിങ്ങൾ 3 എഡിറ്റേഴ്സ് ഇരിക്കുന്ന പരിപാടിയിലാണ് നിങ്ങൾ ഉണ്ണി ബാലകൃഷ്ണൻ അത് കറക്റ്റ് ചെയ്ത് പറയുന്നത്. ഈ സംഗതി പൊതുസമൂഹത്തിൽ വന്നു കഴിഞ്ഞു. ഇതിനി ഉള്ള കാലത്തോളം ജ്യോതികുമാറിനെ പോലെയുള്ളവരും BJP ആളുകളും പറഞ്ഞുകൊണ്ടേയിരിക്കും. കാരണം അത് പൊതുബോധത്തിന്റെ ഭാഗമായി കഴിഞ്ഞു. നമുക്കറിയാം, L3 കാറ്റഗറിയിൽ വരുന്ന ഒരു ഡിസാസ്റ്റർ ആണ്. L1 കാറ്റഗറിയിലുള്ള ഡിസാസ്റ്റർ ആണെങ്കിൽ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷന്റെ റിപ്പോർട്ട് കിട്ടിയതിന് ശേഷമേ സ്റ്റേറ്റ് ഗവൺമെന്റ് ഇന്റർഫിയർ ചെയ്യുള്ളൂ. L2 ആണെങ്കിൽ അങ്ങനെ. L3 കാറ്റഗറിയിലുള്ള ഒരു ഡിസാസ്റ്റർ ആകുമ്പം എങ്ങനെയാണ് സെൻട്രൽ ഗവൺമെന്റ് ഇന്റർഫിയർ ചെയ്യേണ്ടത് എന്നുള്ളത് ആ ദിവസങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് റെസ്ക്യൂ ഓപ്പറേഷൻസിന്റെ അകത്ത്. പക്ഷേ ധനസഹായത്തിന്റെ കാര്യം വരുമ്പം ഒരു തരത്തിലും കേരളത്തിലോടോ മനുഷ്യപ്പറ്റില്ലാത്ത നിലപാടാണ് ഇതുവരെയും BJP സ്വീകരിച്ചിട്ടുള്ളത്, സംഘപരിവാർ സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. ആത്യന്തികമായി മനുഷ്യവിരുദ്ധമായിട്ടുള്ള പ്രത്യയശാസ്ത്രമാണ് അവർ എംബോഡി ചെയ്യുന്നതെന്നുള്ളതുകൊണ്ട് അതിൽ ഒരു മലയാളി എന്ന രീതിയിൽ എനിക്ക് അത്ഭുതമില്ല. പക്ഷേ ഈ കോണ്ടെക്സ്റ്റ്, ഇത്തരൊരു കോണ്ടെക്സ്റ്റിൽ കേരളത്തിലെ മനുഷ്യന്മാരുടെ അവകാശത്തിന് വേണ്ടി, മാനുഷികമായ അവകാശത്തിന് വേണ്ടി സംസാരിക്കേണ്ടുന്ന, എസ്പെഷ്യലി വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മീഡിയ വിത്ത് ദ പീപ്പിൾ എന്നൊക്കെ പറയല്ലേ, അതുപോലെ നിന്നിരുന്ന മാധ്യമങ്ങൾ ഈ ഒരു ദിവസമാണെങ്കിൽ ഒരു ദിവസം ഇത്രയും വലിയൊരു ചതിക്ക് കൂട്ടുനിന്നു എന്നുള്ള കാര്യത്തിൽ മാധ്യമങ്ങളെ ശ്രദ്ധിക്കുന്ന, ഇത്തരം കാര്യങ്ങളിൽ പങ്കെടുക്കുന്ന ഒരു ശരാശരി മലയാളി എന്നുള്ള രീതിയിൽ എൻ്റെ കടുത്ത അമർഷവും ദുഃഖവും ഞാൻ രേഖപ്പെടുത്തുകയാണ്. അത് പിന്നെയും ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ അതിന് ജനാധിപത്യപരമായ രീതിയിൽ സമാധാനം പറഞ്ഞേ മതിയാവുള്ളൂ. ആരെങ്കിലും ബഹിഷ്കരിക്കുക, കൈകാര്യം ചെയ്യുന്നുള്ള അർത്ഥത്തിലൊന്നുമല്ല, അത് തിരുത്തിയേ മതിയാവുള്ളൂ. ഈ ചർച്ചയിൽ പോലും അരുൺ അതിലൊരു ഖേദപ്രകടനം നടത്തുമെന്നാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത്. മറ്റു മാധ്യമങ്ങളാണ് റിപ്പോർട്ട് ചെയ്ത് തുടങ്ങിയതെങ്കിലും ആ വാർത്തയിൽ ഒരു ആശയക്കുഴപ്പം ഉണ്ടായിരുന്നുവെന്നും ആ ആശയക്കുഴപ്പത്തെ തുടർന്ന് മുഖ്യമന്ത്രിയുടെ വിശദീകരണം വരുന്നതുവരെ ആ വാർത്ത നമ്മൾ ആ രീതിയിൽ തന്നെ ക്യാരി ചെയ്തുവെന്നും തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നതാണ്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു
തെറ്റായ ഒരു സന്ദേശം പ്രചരിപ്പിക്കാനിടയായതിലുള്ള ഖേദം നമ്മൾ രേഖപ്പെടുത്തുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. കാരണം തെറ്റുപറ്റുമ്പോൾ സ്വാഭാവികമായും നമ്മളത് ഏറ്റുപറയലാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രവുമല്ല, ഈ വിഷയത്തിൽ ആക്ച്വൽസ് ആണ് എന്നുള്ളതും അതെന്താണ് മെമ്മോറാണ്ടത്തിൽ ക്ലെയിം ചെയ്തിരിക്കുന്നത് എന്നുള്ളതിൻ്റെയും കൃത്യമായ വിവരം മുഖ്യമന്ത്രി പിന്നീട് വിശദീകരിച്ചു. ഇന്നലെ മീറ്റ് ദ എഡിറ്റേഴ്സിൽ അക്കാര്യം ഞങ്ങളുടെ എഡിറ്റർമാർ വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാനൊന്ന് വരാം പ്രേം, എനിക്ക് അരുണിലേക്ക് പോകണം. അരുണിന് അല്പസമയം കൂടി മാത്രമേ നമുക്കൊപ്പം തുടരാൻ കഴിയൂ. അതുകൊണ്ടാണ് അരുൺ, ജ്യോതികുമാർ നേരത്തെ സൂചിപ്പിച്ചത് താങ്കൾ കേട്ട് കാണുമല്ലോ. ആ യഥാർത്ഥമായ കണക്കുകൾ പെരുപ്പിച്ച് കാട്ടിയാൽ നമുക്ക് യഥാർത്ഥ ക്ലെയിമുകളിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയുമോ എന്നാണ് ചോദ്യം. ഞാൻ വരാം ടിപിയിലേക്ക് വരാം. ഞാൻ കോൺഗ്രസ് പ്രതിനിധിയുടെ ചോദ്യത്തിൽ അരുണിന്റെ പ്രതികരണം എടുക്കുന്നത് ഇല്ലാത്തപ്പോ പറയാം ശരിയല്ലല്ലോ. ഞാൻ അയാളുടെ വിമർശനം അതാ. ഇല്ല, ഞാൻ വരാം ടിപി. ഇല്ലില്ല, ഇല്ലില്ല ടിപി, അവിടെ നമുക്കൊപ്പം പ്രേംകുമാർ തുടരുന്നുണ്ട്. എങ്കിലും നേരിട്ട് ഒരു മറുപടി ജ്യോതികുമാറിന്. അരുൺകുമാർ, അതല്ല, ഇത് ഏതാണ്ട് ക്ഷയരോഗി ചക്കക്കൂട്ടാൻ കണ്ട മാതിരി ഒരു നിമിഷം ജ്യോതിക്കൊരു മറുപടി കൊടുക്കണം. ഞാൻ അങ്ങനെ തിരിച്ചു വരാം. ഒരിക്കലും യഥാർത്ഥത്തിലില്ലാത്ത ഒരു കണക്കും ഈ ഗവൺമെന്റ് ചൂണ്ടിക്കാണിച്ചിട്ടില്ല. ഇത് ഈ രാജ്യത്തെ നിയമപ്രകാരം ഉള്ള നോംസ് പ്രകാരം ക്ലെയിം ചെയ്യാവുന്ന എസ്റ്റിമേറ്റിന്റെ പരമാവധിയാണ് ശ്രദ്ധയിൽപ്പെടുത്തിയത്. ഇപ്പൊ 2016 പുറ്റിങ്ങൽ ദുരന്തമുണ്ടായി. അവിടെയും പ്രധാനമന്ത്രി സന്ദർശിച്ചു. ആ പ്രധാനമന്ത്രി സന്ദർശിച്ച ഓരോ വീടുകളിലും പാത്രങ്ങൾ വാങ്ങാനും വസ്ത്രം വാങ്ങാനും അന്ന് ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് ക്ലെയിം ചെയ്തത് ഒരു വീടിന് 40 ലക്ഷം രൂപ വീതമാണ്. അതുപോലെ ഒരു കിണർ വൃത്തിയാക്കാൻ 25,000 രൂപ വീതമാണ് ക്ലെയിം ചെയ്തത്. ഓരോ വീടിനും ഒരു ടാങ്കർ വെള്ളം ഒരു ദിവസം പ്രകാരം അതിന് ഒരു ടാങ്കർ വെള്ളത്തിന് 15,000 രൂപ വീതമാണ് ക്ലെയിം ചെയ്തത്. 50 ദിവസം 1,35,00,000 രൂപ ക്ലെയിം ചെയ്തു. അതുപോലെ അങ്ങ് ഇവിടെ സൂചിപ്പിച്ചു 2022 വരൾച്ച സമയത്ത് UDF ഗവൺമെന്റ് ക്ലെയിം ചെയ്തത് 19,000 കോടി രൂപയാണ്. ഇത്തരത്തിൽ എസ്റ്റിമേറ്റ് കൊടുക്കുമ്പോൾ ഒരു സ്റ്റേറ്റ് ഒരു കാര്യം ചെയ്യുമ്പോൾ പരമാവധി വരാകുന്ന മാക്സിമം ചെലവ് എത്രയായിരിക്കും എന്നതാണ് കൃത്യമായി സൂചിപ്പിക്കുന്നത്. ഇവിടെ പല സഹായങ്ങൾ വന്നിട്ടുണ്ട്. സന്നദ്ധ സംഘടനകൾ എത്രയാണ് ആ തുക വച്ചിട്ടാണ് കൃത്യമായി വിലയിരുത്തുന്നത്. അരുൺകുമാർ, ഇത്രയേ ഉള്ളൂ. ഇത് ഏതാണ്ട് ക്ഷയരോഗി ചക്കക്കൂട്ടാൻ കണ്ട മാതിരിയിൽ ഒരർത്ഥത്തിൽ ദുരന്തവും ശവത്തിന്റെ കണക്കും പറഞ്ഞ് കീശ വീർപ്പിക്കാൻ പോയ വിഷമല്ലേ അരുണേ ഉള്ളത്? നോക്കൂ, എന്തുകൊണ്ട് 5 പൈസ കേരളത്തിന് തന്നില്ല? അതിന് മറുപടി പറയൂ. എന്തുകൊണ്ട് 5 പൈസ പോലും 50 ദിവസമായിട്ട് ഈ കേരളത്തിന് തന്നില്ല? അതിനെവിടെയാണ് താങ്കളുടെ മറുപടി? മറ്റ് സംസ്ഥാനങ്ങൾക്കൊന്നും അടിയന്തര സഹായം കൊടുക്കാൻ ഒരു നിവേദനം വേണ്ട. എന്തിനാണ് കേരളത്തിന് മാത്രം നിവേദനം? പ്രധാനമന്ത്രി വന്നിവിടെ കൊച്ചുകുട്ടികളെ കള്ളത്തരം പിടിച്ചു വെക്കുമ്പോൾ കള്ളം പിടിക്കുമ്പോഴുണ്ടാകുന്ന വിഷമമാണ്. അല്ല, ഞാൻ പൂർത്തിയാക്കട്ടെ. നീ നോക്കൂ, 2 അദ്ദേഹം ഇത് പറഞ്ഞെന്താ, യഥാർത്ഥത്തിലില്ലാത്ത ഒരു കണക്കും വെച്ചിട്ടില്ല. ഡോക്ടർ അരുൺ, ഒരു ഗംഷു, ഒരു കുട, ഒരു ടോർച്ച്, ഒരു റെയിൻകോട്ട്, എത്രയാ ബില്ല്? 6,000 രൂപ. ഇത് വെച്ചല്ലേ നിങ്ങൾ 12 ലക്ഷം കൊടുത്താൽ 60 രൂപ കൊടുക്കൂ. അതല്ലേ കണക്ക്, അതല്ലേ എസ്റ്റിമേറ്റ് നമ്മൾ കാണിക്കുക. അരുൺ, അതല്ലേ എസ്റ്റിമേറ്റ് കാണിക്കുക. ഡോക്ടർ അരുൺ, അര സെക്കൻഡ് റിവൈസ് നിങ്ങൾ 3 ആളില്ലേ അരുൺ? ഒന്ന് നിങ്ങൾ ബഹുമാനപ്പെട്ട ബിജെപി പ്രതിനിധി ഞങ്ങൾ ഓഗസ്റ്റ് മാസം 17-നാണ്. ദിവസം ശ്രദ്ധിക്കൂ. ഓഗസ്റ്റ് 17 അരുൺ മറുപടി. ഓഗസ്റ്റ് 17-ന് കേന്ദ്രത്തിന് ഈ എസ്റ്റിമേറ്റ് കൊടുത്തു. ഇപ്പോൾ 31 ദിവസമായി കേന്ദ്രം ഒരു റിമാർക്സും നിങ്ങൾ തന്നിരിക്കുന്ന എസ്റ്റിമേറ്റിൽ എന്തെങ്കിലും ലൂപ്പോൾ ഉണ്ട് അല്ലെങ്കിൽ കുറവുകളുണ്ട്, തെറ്റുണ്ട് എന്ന് സൂചിപ്പിച്ചിട്ടില്ല. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ 44 ദിവസം അല്ലെങ്കിൽ 40ഓളം ദിവസം ഇതേ നിവേദനത്തിന്റെ കോപ്പി ഉണ്ടായിരുന്നു. സെപ്റ്റംബർ മാസം 6-ാം തീയതിയാണ് ഹൈക്കോടതി ഇതിൽ ഇടക്കാല ഉത്തരവ് പുറത്തിറക്കിയത്. ഹൈക്കോടതി പറഞ്ഞിട്ടില്ല നിങ്ങളുടെ എസ്റ്റിമേറ്റിൽ ഏതെങ്കിലും കുറവുകളുണ്ട്, കൂട്ടിച്ചേർക്കലുണ്ട് അല്ലെങ്കിൽ കൂടുതലായി നിങ്ങൾ സൂചിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടില്ല. കേന്ദ്ര ഗവൺമെന്റും പറഞ്ഞിട്ടില്ല, ഹൈക്കോടതിയും പറഞ്ഞിട്ടില്ല. ഈ കേരളത്തിലെ മാധ്യമങ്ങളാണ് ഇതിലെ തെറ്റ് കണ്ടെത്തിയത്. ഇല്ലാത്ത വ്യാജമായ വാർത്തകൾ കൊണ്ടുവന്നത് അവർ തിരുത്തി. ഇനിയും നിങ്ങൾ ഇതിൽ തൂങ്ങിപ്പിടിച്ച് കിടന്ന് ഈ സാധാരണക്കാരായ ജനങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ആനുകൂല്യത്തെ നിഷേധിപ്പിക്കരുത്. നിങ്ങൾ ദയവായി പറയുകയാണ്, ഈ
ഈ കേരളത്തിലെ വയനാട്ടിലെ ഏറ്റവും സാധാരണക്കാരായ ജനങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ചെറിയ തുക പോലും ഇല്ലാത്ത തരത്തിൽ അത് ഇല്ലായ്മ ചെയ്യുന്ന തരത്തിൽ നിങ്ങൾ ചർച്ച നയിക്കരുത്, തെറ്റിദ്ധരിപ്പിക്കരുത്. നിങ്ങൾക്ക് സിക്കിമിൽ കണക്ക് വേണ്ട, ആന്ധ്രാപ്രദേശിൽ കണക്ക് വേണ്ട, തെലങ്കാനയിൽ കണക്ക് വേണ്ട, ത്രിപുരയിൽ കണക്ക് വേണ്ട, കേരളത്തിൽ മാത്രം ആക്ച്വൽ കണക്ക് വേണമെന്ന് നിർബന്ധം പിടിക്കുന്നതിന്റെ കാരണം എന്തായിരിക്കും ടി പി ജയചന്ദ്രൻ? അല്ല, അതിന്റെ കണക്ക് ഇത്രയേ ഉള്ളൂ അരുണേ. ഒരു ഷൂവിനും ഒരു ബെൽറ്റിനും ഒരു ടോർച്ചിനും 6000 ഉറുപ്പിക ചെലവല്ല. തീർന്നില്ല അരുൺ, കേട്ടോളൂ. നിങ്ങൾ ഇല്ലാതിരിക്കുന്നേ ആ ചങ്ങാതി ഉണ്ടായിരിക്കാം. ഒന്ന് മര്യാദ കാണിക്കാൻ പറ ചർച്ചയിൽ. ഞാൻ പറയുന്നത് എന്റെ വാക്ക് കേൾക്കുക, നിങ്ങൾ പറയുന്നത് ഞാൻ മിണ്ടുന്നില്ല. സാധാരണക്കാരായ മനുഷ്യരും കുഞ്ഞുകുട്ടി പരാധീനമടക്കമുള്ള കൊച്ചുങ്ങളും അടക്കം അല്ലെങ്കിൽ മുതിർന്നവരും അടക്കം അവരുടെ ശേഖരണത്തിൽ നിന്ന് അവരുടെ കുടുക്ക പൊട്ടിച്ച് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുത്ത് ആ പണം ഇപ്പോൾ 329 കോടി രൂപയായി 379 കോടി രൂപയായി മാറിയിട്ടുണ്ട്. അത് ഈ കണക്കുകളൊന്നും ബോധ്യമായിട്ടല്ല, അത് ഈ സർക്കാരിലുള്ള വിശ്വാസവും ആ പണം അവിടെ വിനിയോഗിക്കപ്പെടുമെന്നുള്ള ഉറപ്പും കൊണ്ടാണ് ടി പി. അത് നമ്മുടെ കേന്ദ്ര സർക്കാരിന് ഇല്ലാത്തത് എന്തുകൊണ്ടാണ്? ഡോക്ടർ അരുൺ, നിങ്ങൾ അഡ്വക്കേറ്റ് അരുണിനെ താങ്ങാൻ വേണ്ടി മൂന്നാമതൊരു ഇടതുപക്ഷക്കാരനെ കൊണ്ടുപോയി നിങ്ങൾ വല്ലാതെ വേർക്കുന്നു. എന്നെ മിണ്ടാൻ സമ്മതിക്കുന്നില്ല. അരുൺ, കേരള മുഖ്യമന്ത്രി നിങ്ങൾ എത്ര കള്ളക്കണക്ക് വെച്ച് സാമർത്ഥ്യം കാണിച്ചാലും സത്യം ജനങ്ങളുടെ മുന്നിലുണ്ട്, സത്യം ജനങ്ങളുടെ മുന്നിലുണ്ട്, സത്യമേ വിജയിക്കൂ. അല്ല, എന്റെ ഒറ്റ ചോദ്യമേ ഉള്ളൂ ടി പി. ത്രിപുരയിലും സിക്കിമിലും ആന്ധ്രാപ്രദേശിലും തെലങ്കാനയിലും ബീഹാറിലുമെല്ലാം മണിക്കൂറുകൾക്കുള്ളിൽ പ്രഖ്യാപനം വന്നു. 50 ദിവസമായിട്ടും ഒരു ഇടക്കാല ആശ്വാസം പോലും വരാത്തതെന്തേ? ഒറ്റ ചോദ്യം. അരുണെ, നിങ്ങൾ വേണ്ടതിലധികം ചോദിച്ചില്ലേ? ഞാനൊന്ന് ഉത്തരം പറഞ്ഞോട്ടെ. ഞാൻ പറയുമ്പോഴത്തേക്കും നിങ്ങൾ എൻ്റെ വായയിൽ കയറും, മിസ്റ്റർ അരുണും വായയിൽ കയറും. സർ, ഞാൻ ചോദിക്കട്ടെ, പുത്തുമലയിൽ 359 ബോഡി സംസ്കരിക്കാൻ എന്ത് ചെലവ് വരും? അതിൽ 212 ഡോക്ടർ അരുൺ കേൾക്കണം, 64 ബോഡി സേവാഭാരതി സംസ്കരിച്ചു, ഒരു ഉറുപ്പിക വാങ്ങിയിട്ടില്ല. കർണാടകയിൽ 2 കൊണ്ടുപോയി, ഒരു പൈസ വാങ്ങിയിട്ടില്ല. നിലവിലുള്ള കണക്ക് പ്രകാരം 10-20% താഴെയാണ് ആക്ച്വൽ വയ്ക്കുന്ന ക്ലെയിമിൽ നിന്നും നിങ്ങൾ പണം കൊടുക്കുന്നത്. നിങ്ങൾ 200 രൂപ കൊടുത്താൽ 20 രൂപ കൊടുക്കും, 2000 രൂപ ആവശ്യപ്പെട്ടാൽ 200 രൂപ കൊടുക്കും. അതാണ് ഇപ്പോൾ കേരളത്തിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ലക്ഷങ്ങളാണോ കിട്ടേണ്ടത്, ആക്ച്വൽസ് ആണോ? ശരി, അത് ആക്ച്വൽസ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? നോക്കൂ, മതിപ്പ് കണക്കാക്കിയാണ് ആക്ച്വൽസ് കണക്കാക്കുന്നത് ടി പി. പൂർത്തിയാകാത്ത സാഹചര്യത്തിൽ നോക്കൂ, രക്ഷാപ്രവർത്തനം പൂർത്തിയാകാത്ത സാഹചര്യത്തിൽ മതിപ്പ് കണക്കാക്കിയാണ് ആക്ച്വൽസ് കണക്കാക്കുന്നത്. കീശയിലിടാനുള്ള തുകയാണോ? അത് പരിശോധിക്കണ്ടേ? അതല്ലേ ഈ പണം പരിശോധിക്കുന്നത് ആരാണ്? എജിയുടെ അക്കൗണ്ടിലൂടെ എജിയുടെ ഓഡിറ്റിംഗിന് വിധേയമായിട്ടല്ലേ ഈ പണത്തിന് എക്സ്പെൻഡിച്ചർ റിവ്യൂ വരിക? ഈ എക്സ്പെൻഡിച്ചർ ആരാ പരിശോധിക്കുന്നത്? മുഖ്യമന്ത്രി പിണറായി വിജയനും റവന്യൂ വകുപ്പ് മന്ത്രിയുമാണ്. അത് എജി അല്ലേ? അത് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഓഡിറ്റ് വിഭാഗമില്ലേ? അത് എക്സ്പെൻഡിച്ചർ റിവ്യൂ ആരല്ലേ പരിശോധിക്കുന്നത്? ചോദിക്കുന്ന ഉത്തരത്തിന് വേണ്ടിയാണോ? ഡോക്ടർ അരുൺ, ക്ലെയിമിനെ എക്സ്പെൻഡിച്ചറായി കണക്കാക്കരുത്. അതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്നല്ലേ എന്റെ തെറ്റിദ്ധാരണ. നിങ്ങൾ തിരുത്തിക്കോളൂ ഡോക്ടർ അരുൺ. ഞാൻ സംസാരിച്ചതിന് ശേഷം നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഞാൻ ഉണ്ടാക്കുന്ന തെറ്റിദ്ധാരണ നിങ്ങൾ തിരുത്തിക്കോളൂ. പറയൂ. നിങ്ങളുടെ കയ്യിലാണല്ലോ വോളിയവും മൈക്കും ഒക്കെ കിടക്കുന്നത്. ഞാൻ നിങ്ങൾ പറയാത്ത വഴിയേറ്റാണെങ്കിൽ എന്റെ മൈക്ക് മ്യൂട്ട് ചെയ്യാം. അതൊക്കെ ഒരു സ്വാതന്ത്ര്യമുള്ള ഒരു പോസ്റ്റിലാണ് നിങ്ങൾ. പക്ഷെ ആങ്കർ മാറിയിട്ട് നിങ്ങൾ പഴയ SFI ആവരുത് എന്ന് എന്നെ സംബന്ധിച്ച് അതൊന്നും ഒരു വിഷയമല്ല. നമ്മുടെ മുന്നിലുള്ള വസ്തുതകളെ നമ്മൾ അതേ രീതിയിൽ കാണുന്നു, അത്രേ ഉള്ളൂ. എന്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ. നമ്മുടെ മുന്നിൽ ഒരു ഫാക്ട് ഉണ്ട്. ത്രിപുര, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, ബീഹാർ മെമ്മോറാണ്ടം ആവശ്യപ്പെട്ടില്ല, 50 ദിവസം എടുത്തില്ല, ഇടക്കാല ആശ്വാസ പ്രഖ്യാപനം വന്നു. കേരളത്തിന്റെ കാര്യത്തിൽ മാത്രം തലമുടി 4 ഇഴ കീറിയുള്ള പരിശോധന. വൈ? എനിക്കൊരു മറുപടി പറയാൻ അവസരം തന്നെ. ഇത്രയും തുക കേരളം ചെലവഴിച്ചിട്ടുണ്ടോ? ശരി ടി പി, ഒരു നിമിഷം ഞാൻ ജ്യോതികുമാറിലേക്ക് പോകാം. ജ്യോതി, നേരത്തെ അരുൺകുമാർ ചോദിച്ചതിനുള്ള മറുപടി. നിങ്ങളുടെ കാലത്തും ഉണ്ടായിട്ടുണ്ട് ഭാരിച്ച ക്ലെയിമുകൾ. ഞാൻ അതിലേക്കാ കൃത്യമായി വരുന്നത്. നോക്കൂ, ഇവിടെ ക്ലോത്തിങ് ആൻഡ് യൂട്ടൻസിൽസ് അന്ന് ഞാൻ പറയട്ടെ, പ്ലീസ് ഞാൻ പറഞ്ഞിട്ടെ. അതിന്
പുറ്റിങ്കൽ ദുരന്തമുണ്ടായപ്പോൾ നോംസ് അനുസരിച്ച് 2000 രൂപയായിരുന്നു ചെലവാക്കാൻ കഴിയുന്നത്. അതനുസരിച്ച് മാത്രമാണ് ക്ലെയിം ചെയ്തിട്ടുള്ളത്. ഇവിടെ ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നത് 2500 രൂപയാണ്. അതനുസരിച്ചാണ് ക്ലെയിം ചെയ്തിട്ടുള്ളത്. എക്സസ് വരുന്നുണ്ട്, അതായത് എസ്റ്റിമേറ്റ് എമൗണ്ട് കൂടുതൽ വരുന്നുണ്ട് എന്ന് കാണിച്ചിട്ടുണ്ട്. എനിക്കതിനകത്ത് അഭിപ്രായ വ്യത്യാസം ഇല്ലെന്നേ. അതിനകത്ത് അഭിപ്രായ വ്യത്യാസം, കാരണം അതിന് നോംസ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. നോംസിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് 2000 രൂപ അന്ന്, ഇപ്പോൾ 2500 രൂപ. പിന്നെ എന്തിനാണ് പുറ്റിങ്കൽ ദുരന്തത്തെ കുറിച്ച് പറയുന്നത്? ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുന്നത്, ഈ ആക്ച്വൽസ് താങ്കളും തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുകയാണ്. ഡിസ്പോസൽ ഓഫ് ഡെഡ് ബോഡീസ്, അതിനെക്കുറിച്ച് നോംസിൽ പറഞ്ഞിരിക്കുന്ന വാചകങ്ങൾ, അതിന്റെ എക്സ്പ്ലനേഷൻ ഞാനൊന്ന് വായിക്കട്ടെ, താങ്കളൊന്ന് മനസ്സിലാക്കിക്കൊള്ളൂ. ആസ് പെർ ദ ആക്ച്വൽ കോസ്റ്റ്, ബേസ്ഡ് ഓൺ അസസ്മെന്റ് ഓഫ് നീഡ് ബൈ SEC ആൻഡ് റെക്കമെൻഡേഷൻ ഓഫ് ദ സെൻട്രൽ ടീം എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ യഥാർത്ഥത്തിൽ ചിലവായ തുക എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അങ്ങനെയല്ലേ മനസ്സിലാക്കേണ്ടത്? അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ അടക്കിയ ബോഡികൾക്ക് 1,70,75,000 രൂപ വെച്ച് അവിടെ ചിലവായിട്ടുണ്ടോ? 1 രൂപ പോലും ചിലവായിട്ടില്ല അരുണേ. ഞാൻ അതാ പറഞ്ഞത്. നമ്മളൊരു പ്രപ്പോസൽ കൊടുക്കുമ്പോൾ അതിനെ സംബന്ധിച്ച് വ്യക്തത ഉണ്ടാകണം. അത് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള വാർത്ത ആക്ഷൻ എന്ന് പറഞ്ഞാൽ അതിനെ സംബന്ധിച്ച് പ്രപ്പോസൽ കൊടുക്കുമ്പോൾ ക്ലെയിം ആയിട്ടാണ് നമ്മൾ വെക്കുന്നത്, എക്സ്പെൻഡിച്ചർ അല്ല. That's the only thing, sir. അതാണ് ഒറ്റ ഒരു കാര്യം. അല്ല താങ്കൾ പറയട്ടെ. ഞാൻ പറഞ്ഞോട്ടെ. ആ പ്രോസസ് അവിടെ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് ഈ പ്രപ്പോസൽ കൊടുക്കുന്നത്. ആ പ്രോസസ്സ്, ആ നോംസിലുള്ള ആ പർട്ടിക്കുലർ ഇവന്റ് അവിടെ കംപ്ലീറ്റ് ആയതിനു ശേഷമാണ് നമ്മൾ ആ പ്രപ്പോസൽ കൊടുക്കുന്നത്. അപ്പോൾ എത്ര രൂപ ആക്ച്വൽ ആയിട്ട് ചെലവായിട്ടുണ്ട്? വളരെ കൃത്യമായി പറയണം. യഥാർത്ഥമായ കണക്കുകൾ എന്നുള്ളതാണ് അവരുടെ സിംഗിൾ പോയിന്റ്. പ്രേംകുമാർ. അരുൺ, ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതായത് കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി വൺ സൈഡഡ് ആയിട്ട് കൊടുത്ത കണക്കല്ല ഇത്. അതിന്റെ ഹെഡ് കഴിഞ്ഞ ദിവസം വളരെ വ്യക്തമായിട്ട് മാതൃഭൂമി ന്യൂസിൽ എക്സ്പ്ലെയിൻ ചെയ്തു. ഇതൊരു ബയോളജിക്കൽ പ്രോസസ്സാണ്. സെൻട്രൽ ഉദ്യോഗസ്ഥന്മാരും കേരള സ്റ്റേറ്റിന്റെ ഉദ്യോഗസ്ഥന്മാരും ഒന്നിച്ചിരുന്ന് പ്രിപ്പയർ ചെയ്യുന്ന ഒരു സംഗതിയാണ്. ഈ കൊടുത്ത കണക്കിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് ഈ നിമിഷം വരെ കേന്ദ്ര സർക്കാരോ അതിന്റെ ഒരു പ്രതിനിധിയോ ഒരു ഉദ്യോഗസ്ഥനോ പറയാത്തിടത്തോളം കാലം TP ജയേന്ദ്രൻ മാഷും കോൺഗ്രസിന്റെ ആളുകളും അത് ഉന്നയിക്കുന്നത് കേരളത്തിന് സഹായം കൊടുക്കേണ്ടതില്ല എന്നുള്ള വാദത്തിനെ ന്യായീകരിക്കാൻ വേണ്ടി മാത്രമാണ്. കേന്ദ്ര ഗവൺമെന്റോ അതിന്റെ ഉദ്യോഗസ്ഥന്മാരോ പറയാത്തിടത്തോളം സ്ഥിതിക്ക് ഒറ്റ മിനിറ്റ്. അല്ല പ്ലീസ്, ഇവിടെ എന്താ പറഞ്ഞത്? സെർച്ച് ആൻഡ് റെസ്ക്യൂ ഓപ്പറേഷൻസ് താങ്കൾ പറഞ്ഞ ശരി, അംഗീകരിച്ചിരുന്നു, വാദത്തിന് വേണ്ടി അംഗീകരിച്ചിരുന്നു. കേട്ടോളൂ. സെർച്ച് ആൻഡ് റെസ്ക്യൂ ഓപ്പറേഷൻസിന് 41 കോടി രൂപയാണ് ചെലവാക്കിയതായി പറയുന്നത്. അതിന്റെ ഒരു കണ്ടീഷൻ ഞാൻ വായിക്കട്ടെ. ബൈ ദ ടൈം ഓഫ് സെൻട്രൽ ടീം വിസിറ്റ്സ് the affected area, these activities may be already over. Therefore, the SEC and the central team can recommend actual/near actual cost. അതാണോ 41 കോടി രൂപ? അതാണോ 41 കോടി രൂപ? അതിന്റെ സ്പ്ലിറ്റപ്പ് ഞാൻ ഒന്ന് വായിക്കട്ടെ. അതുകൊണ്ട് മാത്രമാണ് നമുക്ക് വരും ദിവസങ്ങളിൽ ഈ വിഷയം ചർച്ചയ്ക്ക് എടുക്കണം. ഞങ്ങളെല്ലാം മിടുക്കരാണെന്ന് പറഞ്ഞു പോകരുത്. സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുണ്ടായ വീഴ്ചകളായി തന്നെ അംഗീകരിക്കണം. കേന്ദ്രം പൈസ കൊടുക്കാത്തതിനെ സംബന്ധിച്ച് പൈസ കൊടുത്തില്ല എന്നുള്ള കാര്യം ചർച്ച ചെയ്യാം. TP നമ്മൾ ഇടക്കാല ആശ്വാസമെങ്കിലും ഈ ഘട്ടത്തിലും പ്രതീക്ഷിക്കുന്നുണ്ട്. നന്ദി. ജ്യോതികുമാർ ചാമക്കാല, അഡ്വക്കേറ്റ് KS അരുൺകുമാർ, TP ജയചന്ദ്രൻ, ഡോക്ടർ പ്രേംകുമാർ ചർച്ചയിൽ ചേർന്നത്.